ഓക്കെ, അപ്പം നമുക്ക് ബീച്ചിൽ പോവാം അല്ലേ? ഏത് ബീച്ചിലാ പോണേ? ബനാന പാർക്ക്. ഓക്കെ ഓക്കെ, ഇനി ബീച്ചിൽ കാണാന്ന് പറ. നീ ബീച്ചിൽ കാണാന്ന് പറ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണല്ലോ അല്ലേ? അപ്പം യാമിക്കുട്ടി പറഞ്ഞതുപോലെ നമ്മൾ ഇന്നൊരു ബീച്ചിൽ പോവുകയാണേ. അപ്പം ബീച്ചിലെ വീഡിയോസൊക്കെ നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് ഓർത്ത്. യാമിക്കുട്ടിയാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആണ്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. താഴെ എത്തണം, നമ്മൾ ജസ്റ്റ് റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ആ സമയം ലിഫ്റ്റ് വരുന്ന സമയം കൊണ്ട് അച്ഛനും മോളും അവിടെ ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. യാമിക്കുട്ടിക്കാണെങ്കിൽ എങ്ങനെയും ഒന്ന് ബീച്ച് എത്തിയാൽ മതി എന്നുള്ള ഒരു വിചാരം മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ലിഫ്റ്റിൽ കയറി ഇനി താഴെ ഇറങ്ങി വന്ന് കടയിലൊക്കെ കയറണം. എന്നിട്ട് യാമിക്കുട്ടിക്ക് വേണ്ട എന്തെങ്കിലും സാധനമൊക്കെ മേടിക്കണം. അങ്ങനെ നമ്മൾ കടയിലൊക്കെ കയറി ഒരു ജ്യൂസോ ചിപ്സോ എന്തൊക്കെയോ യാമിക്കുട്ടിക്ക് മേടിച്ചിട്ട് നമ്മൾ ടാക്സിക്ക് വേണ്ടി ഇങ്ങനെ പുറത്ത് വെയിറ്റ് ചെയ്യുവാണ്. യാമിക്കുട്ടീനെ റോഡിലിറക്കിയാൽ നമുക്കൊരു രക്ഷയില്ല, കൈ പിടിക്കാൻ സമ്മതിക്കില്ല, ഇങ്ങനെ ഓടിക്കളയും. അപ്പോൾ ആൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. ബീച്ചിൽ പോകുന്നതിൻ്റെ ഇളക്കമാണല്ലേ? അങ്ങനെ അവിടെ വീണ്ടും അവർ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മൾ ടാക്സി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ടാക്സിയിൽ കയറി അവിടെ സിഗ്നലിൽ ടാക്സി ഇങ്ങനെ നിർത്തിയപ്പോൾ എന്നോട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട്. യാമിക്കുട്ടി നമ്മൾ ഏത് ബീച്ചിലാണ് അമ്മയെ പോകാൻ എന്നൊക്കെ ആൾ ചോദിക്കുന്നുണ്ടായിരുന്നേ. ഏത് ബീച്ചിലാണെങ്കിലും പോകാൻ, മർക്കോസ് ചെന്ന് കഴിഞ്ഞാൽ മാത്രം പറ്റില്ല. ഇവിടെ വന്നപ്പോൾ ഏത് ബീച്ച് പറഞ്ഞാലും ഞാൻ എന്നെ കൊണ്ടു. യാമിക്കുട്ടി പറയണതൊക്കെ അറബിയാണ് കേട്ടോ, എന്തൊക്കെയോ അറബി പറയുന്നുണ്ട്. യാമിക്കുട്ടിയുടെ അറബി കേട്ടിട്ട് ഡ്രൈവർ അങ്കിൾ ചോദിക്കുന്നുണ്ട് ഇവൾ എങ്ങനെയാണ് അറബി പഠിച്ചതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം ബീച്ച് എത്താറായിട്ടുണ്ട്. അപ്പം നല്ല ഔട്ട് സൈഡ് വ്യൂ ഒക്കെ നല്ല രസമുണ്ട്, നല്ല പച്ചപ്പൊക്കെ നിറഞ്ഞ് നല്ല സ്ഥലം. അങ്ങനെ നമ്മൾ ബീച്ചിലെത്തിയിട്ടുണ്ട്. യാമിക്കുട്ടിയും നമ്മുടെ കൈയൊക്കെ വിട്ട് ഓടിക്കളഞ്ഞ് അവളും ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ബീച്ചിൻ്റെ ഒരു ഔട്ട് സൈഡ് വ്യൂ. ഇതാണ് നമുക്കിതിൻ്റെ അകത്തോട്ട് എൻട്രി ചെയ്യണമെങ്കിൽ ഇവിടെ സ്പെഷ്യലായിട്ട് ഫീസൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു കുട്ടികൾക്ക് ഫ്രീ ആയിരുന്നു. നമ്മൾ അഡൾട്ട്സിന് മാത്രം ഇവിടെ പേയ്മെൻറ്റ് ചെയ്ത് നമ്മൾ എന്തോ എൻട്രി ടിക്കറ്റ് എന്തോ എടുക്കണമായിരുന്നു. പിന്നെ നമ്മളതൊക്കെ എടുത്ത് അകത്ത് കയറിയിട്ടുണ്ട്. അകത്തും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല വ്യൂസൊക്കെ തന്നെയാണ്. നമ്മൾ ചെന്നുടനെ തന്നെ യാമിക്കുട്ടി വെള്ളമുള്ള സൈഡിലോട്ട് തന്നെ ഓടിപ്പോയിട്ടുണ്ട്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച അവൾ വെള്ളം കാണുമ്പോൾ തന്നെ അതിലോട്ട് ഓടിച്ചെന്ന് അലമ്പാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ആൾ ഭയങ്കര സിസ്റ്റമാറ്റിക്കായിട്ട് കുറച്ച് ആസ്വദിച്ചിട്ടൊക്കെ പിന്നെ അലമ്പായി കേട്ടോ. പിന്നെ യാമിനെ വെള്ളത്തിൽ നിന്ന് പുറത്തോട്ട് എടുക്കാൻ നമ്മൾ കുറേ കഷ്ടപ്പെടുത്തേണ്ടി വന്നു. ലാസ്റ്റ് നമ്മൾ പോകാൻ സമയമാണെങ്കിലും യാമി ഒട്ടും തിരിച്ചു വരാൻ താല്പര്യമില്ലാണ്ട് കരഞ്ഞിട്ടാണ് വന്നത്. ഞങ്ങൾ രണ്ടും പോവാന്ന് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെയാണ് നമ്മുടെ കൂടെ യാമിക്കുട്ടി തിരിച്ചു വന്നതേ. അപ്പോൾ ഇപ്പോൾ ആ കാലൊക്കെ നനച്ച ആളങ്ങനെ നോക്കി നല്ല ഹാപ്പി ആയിട്ട് നിൽപ്പുണ്ട്. അത് കഴിഞ്ഞ് യാമിക്കുട്ടി പിന്നെ എന്നെയും കയ്യിൽ പിടിച്ച് ഞാനും ഇറങ്ങാനായിട്ട് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞാനും ജസ്റ്റ് എനിക്കും വെള്ളത്തിലിറങ്ങാൻ ഇഷ്ടമാണ്, പക്ഷേ ഡ്രസ്സ് നനയുന്നതുകൊണ്ടാണ്. യാമിക്കുട്ടിക്ക് പിന്നെ പ്രശ്നമില്ല, അവൾക്ക് ചേഞ്ച് ചെയ്യാനൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ വേറെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എന്നാലും കുറച്ചൊക്കെ അകത്തോട്ട് ഇറങ്ങാൻ ശ്രമിച്ച്. പിന്നെ കുറച്ചൊക്കെ യാമിക്കുട്ടിയുടെ കൂടെ വെള്ളത്തിലൊക്കെ കളിച്ചായിരുന്നു. അങ്ങനെ പിന്നെ യാമിക്കുട്ടി പിന്നെ ഫുൾ ടൈം വെള്ളത്തിൽ തന്നെ ആയി, കളിയായി. അങ്ങനെ ഇപ്പോൾ അതൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യാമി ഇങ്ങനെ നീന്തിയൊക്കെ നോക്കുവാണ് വെള്ളത്തിൽ. കുറേ നാളിന് ശേഷം അവൾ ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഇവിടെയൊക്കെ ബീച്ചൊക്കെ കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലൊക്കെയാണ് ആൾ.
പിന്നെ എന്നെ വിളിച്ച് കഴിഞ്ഞിട്ട് നമ്മളിൽ ആരെങ്കിലും ഒരാൾ ചെല്ലാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പം പിന്നെ അച്ഛനെ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ ദൂരോട്ട് പോകാനുള്ള ഒരു ഇതിലാണ്. അപ്പോൾ അങ്ങനെ വിട്ടപ്പോഴത്തേക്കും അവൾ ജസ്റ്റ് ആ വെള്ളത്തിലൊന്ന് ഇങ്ങനെ മുങ്ങിപ്പോയപ്പോഴത്തേക്കും പിന്നെ പെട്ടെന്ന് കയറി നമ്മൾ പിടിച്ച്. അപ്പോഴത്തേക്കും ആളും പേടിച്ച് പോയിട്ട് ഇങ്ങനെ പുറത്തോട്ടേക്ക് പോയിരുന്നു. ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് പിന്നെ അവിടെ കിടന്നൊക്കെ കളിയായി. യാമി മുങ്ങിപ്പോയപ്പോൾ ഞാനും ഒന്ന് പേടിച്ചു. പക്ഷേ എനിക്ക് ഇവിടെ തിരമാല നമുക്ക് നാട്ടിലെ പോലെ വരില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അറിയാമായിരുന്നു. ഫസ്റ്റ് ടൈം പക്ഷെ ഞാൻ ഭയങ്കര പേടിച്ചായിരുന്നു. യാമി വെള്ളത്തിലോട്ട് പോകുമ്പോൾ പേടിച്ചിരിക്കുമായിരുന്നു. അപ്പം ഹസ്ബൻഡ് പറയും പേടിക്കണ്ട, ഇത് നാട്ടിലെ പോലെ ഇങ്ങനെ തിരമാല വരില്ലെന്ന് പറയും. പക്ഷേ മുങ്ങിപ്പോയപ്പോൾ എന്നാലും ഞാൻ പേടിച്ച്, അവളും പേടിച്ച്. പിന്നെ അങ്ങ് അകത്തോട്ട് പോകാതെ പുറത്ത് വന്ന് കളിക്കലായി. മണ്ണൊക്കെ വാരി ദേഹത്തൊക്കെ വെക്കണ അങ്ങനെ എന്തൊക്കെയോ പരിപാടിയായിട്ട് യാമിക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവളെ ഒന്നിനും റെസ്ട്രിക്റ്റ് ചെയ്യാൻ നിന്നില്ല, മണ്ണെടുക്കരുത് അങ്ങനെയൊന്നും പറഞ്ഞില്ല. കാര്യം എപ്പോഴും ഒന്നും ചെയ്യണില്ലല്ലോ. വർഷത്തിലൊരിക്കൽ അവൾ കണ്ടപ്പോൾ അവൾ എന്തോ ചെയ്തോട്ടെ എന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ മിണ്ടാതിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നോക്കിയപ്പോൾ ഉണ്ടടാ ലബൂബുവും കൂടെ ആരാ വരണേന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ലബൂബുവാന്ന് അവിടെ കുഞ്ഞു കുട്ടികളൊക്കെ പറയണ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ അത് കണ്ടപ്പോൾ എനിക്കും അവരുടെ കൂടെ പോയി ഫോട്ടോ എടുക്കണമെന്നൊക്കെ തോന്നി. പക്ഷേ അവരുടെ കൂടെ ഫോട്ടോ എടുക്കാൻ യാമി വന്നില്ല. യാമിക്ക് നല്ല പേടിയായിപ്പോയി. പക്ഷേ അവൾക്ക് കാണാൻ ഇഷ്ടമുണ്ട്, കൂടെ പോകാൻ പേടിയായിപ്പോയി. അങ്ങനെ പിന്നെ സമയമൊക്കെ ഒത്തിരി ലേറ്റായി. നമ്മൾ പിന്നെ ആ കടലിൽ നിന്ന് യാമിനെ ഒരു വിധത്തിലാണ് ഡ്രസ്സൊക്കെ ഊരി പിടിച്ചു കൊണ്ടുവന്നത്. അത് കഴിഞ്ഞപ്പോൾ അവിടെ വേറെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നമ്മൾ കയറണമെങ്കിൽ ഇവിടെയും സ്പെഷ്യൽ പാസ്സൊക്കെ എടുക്കണം. അതേപോലെ കുഞ്ഞു കുട്ടികളുടെ കൂടെ നമ്മൾ ഒരു ആൾ കൂടെ പോകണം. അപ്പോൾ അതിനകത്തൊക്കെ യാമിക്ക് കയറാൻ നല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു. പക്ഷേ യാമി കുട്ടിക്ക് അതിലും കയറാൻ ചെറിയ പേടി, ഒറ്റയ്ക്ക് കയറാനുള്ള പേടി. സാധാരണ വലിയ കുട്ടികൾക്ക് നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിലെ കൂടെയൊക്കെ അകത്തൂടെ കയറി പുറത്ത് പാർക്കിലൊക്കെ ഉള്ള സ്ലൈഡ് പോലെ വന്ന് വെള്ളത്തിലോട്ട് വീഴുന്ന പരിപാടിയാണ് അതിനകത്തിൽ. പക്ഷേ യാമി വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നടന്നതേ ഉള്ളൂ. അങ്ങനെ അതിലും കളിക്കുവാണ് യാമിക്കുട്ടി. അപ്പോൾ യാമിക്കുട്ടിയെ പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ യാമിക്കുട്ടി അതിനകത്ത് നിന്ന് പുറത്തിറങ്ങാൻ കൂട്ടാക്കണില്ല. വരുന്നില്ലെന്ന് പറയണം. അപ്പോൾ അപ്പുറത്ത് വേറെ സാധനമുണ്ട്, നമുക്ക് അതിൽ കയറാമെന്നൊക്കെ പറഞ്ഞ് ഒരുവിധം യാമിക്കുട്ടിയെ പിന്നെ അതിനകത്തുനിന്ന് പുറത്തിറക്കണം. അപ്പോൾ അങ്ങനെ പുറത്തൊക്കെ ഇറക്കി പിന്നെ അപ്പുറത്തെ സാധനത്തിലും കൂടെ, അതിലും ഇതുപോലെ വെള്ളം തന്നെയാണ്, അതിലും കൂടെ ഇറക്കി കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൽ നിന്നും പുറത്തിറങ്ങി. അപ്പോൾ അതിനകത്ത് കളിക്കുവാണ് യാമിക്കുട്ടി. ഇനി ഇതിനകത്ത് നിന്ന് പുറത്തിറക്കാനും ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കുട്ടികൾക്കൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു ഏരിയ പാർക്കാണിത്. അവർക്ക് കളിക്കാൻ വേണ്ടി തന്നെ പ്രത്യേകമായിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. യാമിക്കുട്ടിക്കാണെങ്കിൽ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവൾ അടിച്ച് പൊളിച്ചേനെ. ഇപ്പോൾ ആരെയും അറിയാത്തതുകൊണ്ട് അവൾ ഒറ്റയ്ക്കായതുകൊണ്ടും ഒരു മടിയാണ്. എന്നാലും വെള്ളത്തിൽ കളിക്കണം, പക്ഷേ ആരെങ്കിലും കൂടെ വേണം. അതിൽ നിന്ന് ഇറങ്ങാൻ നല്ല മടിയുണ്ടായിരുന്നു. അവസാനം ലാസ്റ്റ് കൂടെ ഉണ്ടായിരുന്ന ആൾ മടുത്ത് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തിറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയിലെത്തി. അങ്ങനെ എന്താണേലും യാമിക്കുട്ടീനെ പുറത്തിറക്കാനുള്ള ട്രയലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ സ്ഥലത്ത് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുന്നുണ്ട് യാമിനെ എങ്ങനെയും പുറത്തിറക്കാൻ വേണ്ടി. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ അവിടെ നിന്ന് പുറത്തിറക്കി. അപ്പോഴത്തേക്കും ഏകദേശം രാത്രിയായി. അപ്പോൾ അവിടുത്തെ ഒരു വ്യൂ ഇങ്ങനെയാണ്, നിറയെ ലൈറ്റൊക്കെ ആയിട്ട്. പിന്നെ അവിടെ നിന്ന് നമ്മളൊരു കോഫിയും ബർഗറും കഴിച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ ഇവിടെ ലബൂബ് അവിടെ നിന്ന് ഡാൻസ് കളിക്കണം. അപ്പോൾ യാമിക്കും ഒരു എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ടൊക്കെ പോയി നിന്ന്. പക്ഷെ ആരെയും അറിയാത്തതുകൊണ്ട് ഡാൻസൊന്നും കളിക്കാൻ ആൾ കൂടിയില്ല. അവിടെ അങ്ങനെ നോക്കി നിന്നിട്ട് പതിയെ ഇനി പോയി. ചെറിയൊരു പേടിയുണ്ട്, എന്നാൽ അവരുടെ അടുത്ത് പോകണമെന്നുമുണ്ട്. ഈ രണ്ടിൻ്റെ ഒരു ഇടയിലായിട്ട് യാമിക്കുട്ടി ഇങ്ങനെ നിൽക്കുവാണ്. അതങ്ങനെ കുറേ സമയം അവിടെയൊക്കെ നോക്കി നിന്നിട്ട് നമ്മൾ ഒരു വിധമാണ് അവിടെ നിന്ന് പുറത്തിറക്കി പാർക്കിൽ കൊണ്ടുപോകുന്നത്. അങ്ങനെ പിന്നെ യാമിക്കുട്ടി പാർക്കിൽ കുറേ സമയം ഈ ഊഞ്ഞാലൊക്കെ ആടി. അങ്ങനെ പിന്നെ പാർക്കിൽ നിന്ന് ഒരു വിധത്തിലാണ് നമ്മൾ ഇറക്കിയെടുത്തത്. അപ്പോഴത്തേക്കും അവൾ വീണ്ടും മറ്റേ ബീച്ചിനകത്തോട്ട് പോകാനായിട്ടുള്ളതൊക്കെ നോക്കുവാണ്. അപ്പം ഞങ്ങൾ വരണില്ല, ഞങ്ങൾ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ തിരിച്ചിങ്ങി പോരുന്നു. അവിടെ കണ്ട പൂവൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം കൊണ്ട് നമ്മളുടെ ഊബർ വന്ന്. അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടിയിൽ കയറി വേറൊരു സ്ഥലത്ത് പോകാൻ പ്ലാൻ ഇട്ടെങ്കിൽ അവിടെ ക്ലോസ്ഡ് ആയിരുന്നേ. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് തന്നെ പോയി. യാമിക്കുട്ടി നല്ല ടയേർഡായിരുന്നു, ആളങ്ങനെ ഉറങ്ങിപ്പോയി. പിന്നെ ഉറക്കം
ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് ഫുഡൊക്കെ കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടും ഉറങ്ങിയത്. എന്താണെങ്കിലും ആൾ നല്ല ഹാപ്പി ആയിരുന്നു, നല്ലൊരു ദിവസമായിരുന്നു, ഞങ്ങളും അതുകൊണ്ട് ഹാപ്പി ആയിരുന്നു. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവർക്കും വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം ഞങ്ങളുടെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.